പരിശുദ്ധാത്മാവിൻ്റെയും നമുക്ക് അന്വേഷിക്കുകയായി അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ലോങ് ജമ്പിൽ സ്വർണ്ണ മെഡൽ കിട്ടിയ കാൾ ലൂയിസ് മെഡൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്രയും സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ കയറി ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ കൈകൾ മുകളിലേക്ക് ഉയർത്തി ദൈവത്തിന് നന്ദി പറയുന്ന അങ്ങി കാണിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. അതിലേക്ക് കാണും മടങ്ങി മാറ്റി. ആ മനുഷ്യന് താൻ വളരെയേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വർണ്ണ മെഡൽ നേടിയെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് ലഭിച്ചതേ എന്നുള്ള ഒരു ചിന്തയും നന്ദി ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അഹങ്കാരിയായ മനുഷ്യനാണെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ അധ്വാനിച്ചു, ഞാൻ നേടിയെടുത്തു എന്നേ ചിന്തിക്കുകയുള്ളൂ. യേശു ഗലീലയ്ക്കും ജെറുസലമിലേക്കുള്ള യാത്രയാണ്. സമറിയയ്ക്കും ഗലീലയ്ക്കും മധ്യേ യാത്ര ചെയ്യുമ്പോഴാണ് ഭക്തി കൽപ്പിക്കുന്നത്. കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ ഭക്തി കൽപ്പിച്ചവനാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് തീണ്ടും തൊടിയിലുമൊക്കെ ഉണ്ടായിരുന്നത് പോലെ കുഷ്ഠരോഗം പകരുന്ന ഒരു രോഗമായതുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യ ധാരയിൽ നിന്നും അകന്നു മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അവര് ഇത്ര അടി അകലം പാലിക്കണം, സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല. ഇത് പകരാതിരിക്കാൻ വേണ്ടി അവരെ പ്രത്യേക സ്ഥലത്ത് പാർപ്പിക്കുന്ന ജീവിതശൈലികളുണ്ടായിരുന്നു. അങ്ങനെയാണ് മൊളക്കോവില് അത് ഡാമിയൻ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് വോളണ്ടറി ചെയ്തു പോവുകയും കുഷ്ഠരോഗിയായിട്ട് മരിക്കുകയും ചെയ്തത്. അവർ പാളയത്തിന് വെളിയിലാണ് താമസം. കുഷ്ഠരോഗികൾ കീറിയ വസ്ത്രം ധരിക്കണം, മുടി ചെയ്യാൻ പാടില്ല, പിന്നെ അശുദ്ധനെന്ന് വിളിച്ചു പറയണം. അങ്ങനെ സമൂഹ പ്രശ്നത്തിലാണ്. പണ്ട് നമ്മുടെ നാട്ടില് കീഴ്ജാതിയിൽ നിന്നൊക്കെ കണക്കാക്കപ്പെട്ടിരുന്ന ആളുകൾക്കും ഇതുപോലെയുള്ള സാഹചര്യം. ഇത്ര ബ്രാഹ്മണന്റെ അടുത്തൊന്നും ഇത്ര അടി അകലം പ്രാപിക്കണം. അതിന്റെ തലമുണ്ടോ അറിയില്ല. എന്തായാലും ബ്രാഹ്മണൻ നടന്നു ഹോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അടുത്ത ആരും ഇങ്ങനെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളൊന്നും അടുത്ത് ചെല്ലാൻ പാടില്ല. വസ്ത്രധാരണത്തിന് വരെ ഇവിടെ നിയമങ്ങളുണ്ടായിരുന്നു, വീടുണ്ടാക്കുന്നതിന് നിയമമുണ്ടായിരുന്നു, സമ്പത്തുണ്ടാക്കുന്ന നിയമമുണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യരെ പല രീതിയിൽ തിരിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ മാറിയത് ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് പ്രവർത്തിക്കുകയും ബ്രിട്ടീഷുകാരോട് ഭരിക്കുകയും ചെയ്ത കാലഘട്ടത്തിലാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ലായിരുന്നു. അവർ ചാവറ ഇലിയാസത്തിനാണ് അവരെ വേണ്ടി സ്കൂളുകൾ സ്ഥാപിച്ചു. സ്ത്രീകൾക്കും സ്കൂളിൽ വരാമെന്ന് പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് നവോത്ഥാന നായകനാണ് ചാവറയച്ചന്. ഈ കുഷ്ഠരോഗികൾ അങ്ങ് അകലെ നിന്നിട്ട് യേശുവിനെ കണ്ടു പറഞ്ഞു, ഗുരോ ഞങ്ങൾ കനിയണമേ, യേശുവേ ഗുരോ ഞങ്ങൾ കനിയണമേ എന്ന് നിലവിളിച്ച് പറയുകയാണ്. യേശുവിന്റെ അടുക്കിലേക്ക് അടുക്കുവാനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങ് അകലെ നിന്നുകൊണ്ട് യേശു സൗഖ്യദായകനാണ്, രോഗശാന്തി കൊടുക്കുന്ന ആളാണ്, യേശുവിന് കഴിയുമെന്നുള്ള ചിന്തയോടുകൂടി യേശുവിന്റെ നാമം ഉറക്കെ വിളിച്ച് അപേക്ഷിക്കുന്ന കുഷ്ഠരോഗികളെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യേശുവേ ഗുരു ഞങ്ങൾ കനിയണമേ. യേശു അവരോട് പറഞ്ഞു, നിങ്ങളുടെ കുഷ്ഠരോഗം മാറിയിരിക്കും, നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കുക. കാരണം അക്കാലഘട്ടങ്ങളിൽ കുഷ്ഠരോഗം മാറി എന്ന് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തേണ്ടത് പുരോഹിതനാണ്. അതേപോലെ ഡോക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ പുരോഹിതനാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്. അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കുഷ്ഠരോഗം മാറിയെങ്കിലും നിങ്ങൾ പുരോഹിതനെ ചെന്ന് കാണിക്കുക എന്ന് പറയാനായിട്ട് കാരണം
2 രാജാക്കന്മാർ 5-ാം 1-14 വചനങ്ങൾ പറയുന്നത് സിറിയ രാജാവിന്റെ സൈന്യാധിപനായ നാമാന്റെ സുഖപ്രാപ്തി. അപ്പൊ എലീശായുടെ അടുത്താണ് ചെല്ലുന്നത്. എലീശ പ്രവാചകന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യുക, ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കണം. അപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ പറഞ്ഞു, ഇന്ന് സിറിയയിൽ നിന്നും നദികളും തോടുകളും വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ശിഷ്യം പറഞ്ഞു, ഏതായാലും പ്രവാചകൻ പറഞ്ഞതല്ലേ, കുളിച്ചു കളയാം. എന്നെ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ കുഷ്ഠരോഗം മാറി, നാമാന്റെ കുഷ്ഠരോഗം മാറി. പക്ഷേ ഇത്തിരി സ്വർണ്ണമൊക്കെ ആയിട്ടാണ് വന്നിരുന്നത് സൈന്യാധിപൻ. എലീശ പ്രവാചകൻ ഒന്നും വാങ്ങിയില്ലൊന്നും വേണമെന്ന്. എലീശ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, പ്രവാചകൻ എന്തിനാ സ്വർണം? അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഗേഹസിക്ക് തോന്നി, വെറുതെ തരുന്നതല്ലേ, വാങ്ങിച്ചു കളയാം, കുറച്ച് വാങ്ങി. പ്രവാചകൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു, മാറിയ കുഷ്ഠം നിനക്ക് ഇരിക്കട്ടെ, നാമാന്റെ കുഷ്ഠം നിനക്ക് കിട്ടട്ടെ. അപ്പോൾ പ്രവാചകന്റെ അനുയായി കുഷ്ഠരോഗിയായി തീർന്നു. അതാണ് ആ സംഭവത്തിൽ ബൈബിൾ വിശദീകരിക്കുന്നത്. പിന്നെ 10 പേരിൽ ഒരാൾ മാത്രം നന്ദി പറയാനായിട്ട്. അത് യേശു പറയുന്നത് അവനൊരു സമരിയാക്കാരനായിരുന്നു, അവന് മാത്രമേ നന്ദി പറയാനായിട്ട് മനസ്സുണ്ടായുള്ളൂ എന്നാണ് യേശു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് യേശുവിന് ചോദ്യമുണ്ട്, ബാക്കി 9 പേര് ഇവിടെ? ഏതായാലും രക്ഷപ്പെട്ടു, ഇനിപ്പങ്ങ് പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് കാണും അവര്. അപ്പൊ സമരിയക്കാരനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞ് യേശു ആ സമരിയക്കാരനെ പറഞ്ഞയക്കുകയാണ്. യഹൂദനെക്കാളും കൂടുതൽ നന്മ, നീതി, നന്ദി ഇത് സമരിയക്കാർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുക. നല്ല സമരിയക്കാരനെ അതാ യഹൂദനെക്കാളും ഉന്നതമായ കാരുണ്യവും മനസ്ഥിതിയും ശുശ്രൂഷാ മനോഭാവമൊക്കെ ഉണ്ടായിരുന്നത് സമരിയ. അതുകൊണ്ടാണ് നല്ല സമ്പ്രദായക്കാരൻ എന്ന ഉപമ. സമ്പ്രദായക്കാരൻ അത് ഉപമയുടെ പേര് തന്നെ എങ്ങനെയാണ്? സാമരിറ്റൻ. ഇനി നന്ദിയുടെ ജീവിതശൈലി നമ്മൾ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ദൈവത്തോടാണ് ആദ്യം നമുക്ക് നന്ദി വേണ്ടത്? ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹത്തെ പ്രതി സ്വപുത്രനെ പോലും നമുക്ക് നൽകി. 1 യോഹന്നാൻ 4:9 പറയുന്നുണ്ട്, ദൈവം നമ്മെ സ്നേഹിച്ചു, സ്വന്തം പുത്രനെ പോലും നൽകാൻ മാത്രം അത്ര അധികമായിട്ട് ദൈവം സ്നേഹിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുക. നമ്മുടെ ഒരു പാട്ട് പാടാറുണ്ട്, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുന്നവർക്ക് ദൈവം തന്റെ ഏകജാതനായ പുത്രനായ ഈശോ വഴിയായിട്ട് നമുക്ക് തന്ന ആ സ്നേഹത്തിന്റെ അത്യുദാത്ത നിമിഷങ്ങളാണ് കാൽവരിയിൽ നമ്മൾ കാണുക. അപ്പോൾ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ. പലരുടെയും മുഖമൊക്കെ വാടിയിരിക്കാറുണ്ട്, പ്രസന്നത നഷ്ടപ്പെടാറുണ്ട്, നിരാശയിൽപ്പെടാറുണ്ട്. രോഗത്തെ പറ്റിയോ അതുപോലെ സാമ്പത്തിക ഞെരുക്കങ്ങളെ പറ്റിയോ ഏതെങ്കിലും കാര്യങ്ങളിലല്ലേ മക്കള് അനുസരണയില്ലാതെ നടക്കുന്നതിന്റെ പേരിലോ മക്കള് മദ്യപാനികളതിന്റെ പേരിലൊക്കെ ജീവിതത്തിന്റെ സന്തോഷമൊക്കെ പോയ ആളുകൾ പലയിടത്തും കാണാനായിട്ട് കഴിയും. ദൈവ സ്നേഹത്തിലും ദൈവിക ജീവനിലും നമ്മെ പങ്കാളിയാക്കുന്നു സഭ വഴിയായിട്ട്. അതുകൊണ്ട് അതിനുള്ള മാർഗങ്ങളാണ് കൂദാശകൾ. ഇതിനെപ്പറ്റിയൊക്കെ നന്ദി ഉണ്ടായിരിക്കണം. വിശുദ്ധ കുർബാന നമ്മൾ ബലിയർപ്പിക്കുന്നുള്ളത് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും നന്ദിയുടെയും ഒരു അർപ്പണമാണ് നമ്മുടെ കുർബാനക്രമം. നമ്മുടെ കുർബാനക്രമത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബിബ്ലിക്കലാണ്, ബൈബിളിൽ നിന്നുള്ള ഒത്തിരി ഉദ്ധരണികളുണ്ട്. രണ്ടാമത് ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്ന ഒത്തിരി പ്രകരണങ്ങളുണ്ട്. അപ്പം മറ്റ് കുർബാനകളെക്കാളും മനോഹരമാണ് നമ്മുടെ കുർബാനക്രമം. അത് പണ്ട് സുറിയാനിയിലായിരുന്നു. അതുകൊണ്ട് ഏറ്റവും പുരാതനമായിട്ടുള്ള ഈ കുർബാനക്രമം നമ്മളത് പിന്തുടരുന്നത്. അതാണ് ഇതിലെ പ്രാർത്ഥനകൾ നല്ലതാണ്. ഒരു 5 മിനിറ്റ് ദൈർഘ്യം വന്നാൽ പോലും ഇത്രയും മനോഹരമായ പ്രാർത്ഥനകൾ. അപ്പം അതിൽ നമ്മൾ സുബോധത്തോടു കൂടി അവബോധത്തോടു കൂടിയും ഹൃദയവും മനസ്സും ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അനുഗ്രഹീതരാവുകയാണ് ചെയ്യുന്നത്.
സങ്കീർത്തനം 50:14 കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. ഈ ജോബിന്റെ പുസ്തകം 1:21 ജോബ് പറയുന്നു, ജോബിനോട് രണ്ടു പേര് തർക്കിക്കുന്നുണ്ട്, നീ എന്തിനായി ദൈവത്തിന് ഇപ്പോഴും ദൈവത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്നു? എനിക്കൊന്നും കഷ്ടപ്പാടല്ലേ കിട്ടുന്നതിന്, സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടില്ലേ, നിന്റെ ശരീരത്തിൽ വ്രണങ്ങൾ വ്യാപിച്ചില്ലേ, എന്നിട്ട് നീ ദൈവത്തെ വിടാതെ ദൈവത്തിന് നന്ദി സ്തുതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് യോബിനെ വെല്ലുവിളിക്കുന്നുണ്ട്. ആ യോബ് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ചാടുന്ന ആളായിരുന്നില്ല. സ്വന്തമായിട്ട് വ്യക്തിത്വവും ചിന്തയുടെ ആളായിരുന്നു. അതുകൊണ്ട് യോബ് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാം മഹത്വം ഉണ്ടാകട്ടെ. ജോബ് 1:21 പറയാണ്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തു. ഇതാണ് യോബിന് ദൈവത്തിന്റെ പരിപാലനയെ പറ്റി ദുഃഖങ്ങളിലും വേദനകളിലും ഇല്ലായ്മകളിലും ഉണ്ടായിരുന്ന സാഹചര്യത്തിലും എല്ലാം ദൈവത്തെ തുല്യമായിട്ട് മഹത്വപ്പെടുത്താനും നന്ദി പറയാനായിട്ട് യോബിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ദൈവമാണ് തരുന്നതും എടുക്കുന്നതും, അതുകൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറയാനായിട്ട് കഴിഞ്ഞത്. എഫേസ്യർക്കുള്ള ലേഖനം 5:20 പറയുന്നുണ്ട്, എപ്പോഴും എല്ലാറ്റിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് പിതാവായ ദൈവത്തിനെ കൃതജ്ഞതാ ബലി അർപ്പിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു. എപ്പോഴും എല്ലാറ്റിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിനെ കൃതജ്ഞത ബലി അർപ്പിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒത്തിരി നന്ദിയും നന്മയുള്ള മനുഷ്യരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഞാനുണ്ടായിരുന്ന ഒരു ഇടവകയില് മകന്റെ ബൈക്കിലാണ് കയറി ലൗലിന്നാണ്. അപ്പോൾ മാതൃവേദിയിലൊക്കെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്ന, വള്ളിയടിക്കാനും എല്ലാ കാര്യത്തിലും സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു അമ്മയാണ്. വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കുഴിയിലെ ബൈക്ക് ചെന്നു. എന്റെ വൈപ്പിനെ പെട്ടെന്ന് അങ്ങനെ കുഴിയിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ ഇവിടെ തെറിച്ചു. തെറിച്ചുപോയത് മാത്രമല്ല, പിന്നെ അബോധാവസ്ഥയായിരുന്നു. 3-4 കൊല്ലം ജീവിച്ചു. ഫുൾ അബോധാവസ്ഥയിലാണ്. കാരണം ആളെ ഒന്നും അറിയില്ല. 2 മണിക്കൂറിൽ 1 മാസം കിടന്നു. പിന്നെ വീട്ടിൽ ഇങ്ങനെ കൊറോണയുടെ സമയത്ത് മരിക്കുന്നു. അതുകൊണ്ട് 2 പ്രാവശ്യമൊക്കെ കാണുകയുണ്ടായി. മരിച്ച് കൊറോണ സമയത്തായതുകൊണ്ട് പോയില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോഴൊക്കെ എന്നെ ആകർഷിച്ച ശ്രദ്ധയാർഷിച്ച ഒരു കാര്യം, എൻ്റെ കൈക്കാരനായിരുന്ന ഒരാളാണ് ഭർത്താവ്. അയാള് ഈ സ്ത്രീയെ വളരെ നന്നായിട്ട് നോക്കി എന്നുള്ളതാണ്. കിടപ്പായിരുന്ന കാലഘട്ടത്തിലും വേറെ ഹോം നേഴ്സിനെ ആരെയും വെക്കാതെ ഇയാൾ തന്നെ ആ സ്ത്രീയെ വേണ്ട വിധത്തിൽ ഉചിതമായിട്ട് സ്നേഹത്തോടുകൂടി പരിചരിച്ചു. അങ്ങനെയുള്ള നല്ല മനുഷ്യരുണ്ട്. വേറൊരു ഉദാഹരണം പറയാം. വേറൊരു ഇടവകയിൽ ഞാനായിരുന്നപ്പോൾ ഒരു സ്ത്രീക്ക് ബ്രെയിൻ ട്യൂമർ, 2 മക്കളൊക്കെ ഉണ്ട്. ഭർത്താവ് നോക്കുകയില്ല, വീട്ടിൽ ഇറക്കി വിട്ടില്ല, എങ്കിലും വേണ്ട രീതി നോക്കിയോ പരിചരിക്കുകയോ ചികിത്സിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പല അപ്പൻ എൻ്റെ അടുത്ത് വന്ന് വേറെ ഇടവകയുന്നതാണ്. എനിക്കിവിടെ ഒന്നും എൻ്റെ മകളാണ്, എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പറഞ്ഞിട്ട് കൊണ്ടുപോകണം. അങ്ങനെ വീട്ടിൽ പറഞ്ഞ് ആ സ്ത്രീ വീട്ടിൽ എന്നാ മരിച്ചു എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ ആ സ്ത്രീയെ നല്ലവനായ അപ്പൻ വീട്ടിലേക്ക് പരിചരിച്ചു. എൻ്റെ പ്രാണം ജീവിച്ചു എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ, അവരുടെ ഫോളോപ്പൊന്നും എനിക്കില്ല. എന്നാൽ ഇങ്ങനെയുള്ള 2 രീതിയിലുള്ള മനുഷ്യരുണ്ട്. ഇനി ജീവിതത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടും നന്ദിയുടെ കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മുടെ സംസാരമൊക്കെ കുറച്ച് മാന്യമാണ്. കുടുംബം എന്ന് പറയുന്നത് കുടുംബ ഇമ്പം ഉണ്ടായിരിക്കേണ്ടതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഭർത്താവിനെ പറ്റി ചിന്തിക്കേണ്ടത്, ഭർത്താവ് പണിയെടുക്കുന്ന ഗൾഫിലാണെങ്കിലും അല്ലെങ്കിൽ വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും കുടുംബം പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്ന, ഇങ്ങനെ ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു നല്ല മനുഷ്യനായിട്ട് ഭർത്താവിനെ കണക്കാക്കുകയും മാന്യതയോടെ സംസാരിക്കുകയും പെരുമാറുകയും മക്കളെ കൊണ്ട് പരിചരിക്കുകയും ചെയ്യണം, സംസാരിക്കുകയും ചെയ്യണം. അതാണ് നല്ല കുടുംബിനി ചെയ്യുക. അതുപോലെ നല്ല ഭർത്താക്കന്മാർ ചെയ്യേണ്ടത് എന്താണ്?
അവര് ചെയ്യേണ്ടത് ഭാര്യ ചെയ്യുന്ന ശുശ്രൂഷ ചിലർ പറയും ഹൗസ് വൈഫാണ് പറയും. ഇന്ന് ഒരു ഹോം നേഴ്സിനെ കിട്ടണ 20,000 25,000 കൊടുക്കണം. അപ്പൊ വീട്ടിൽ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കൂടുന്ന സ്ത്രീ ആണെങ്കിലും ഒരു 20,000 രൂപയുടെ പണി, ഇന്ന് അങ്ങനെ ഒരു പണിക്ക് ആളെ കിട്ടുന്ന 20,000 രൂപ കൊടുക്കണ്ടേ? അപ്പം വീട്ടിലെ പണികളെല്ലാം നോക്കുകയും ഈ ഹോം നേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയെ തുടങ്ങുകയും ശുശ്രൂഷിക്കുകയുള്ളൂ. കഞ്ഞിയും കറിയൊന്നും വെക്കാൻ കിട്ടിയല്ല. അപ്പൊ അത്രയും പണിയെടുക്കുന്ന ജീവിത പങ്കാളിയെ പറ്റി മാന്യമായിട്ട് പറയാനും ശ്രദ്ധിക്കാനായിട്ട് കഴിയണം. ഒരു മനുഷ്യന് ഒരു ഭാര്യ മരിച്ചു. ഒരു മകനെ ഓസ്ട്രേലിയയിലുണ്ടായ കുറച്ച് പൈസ അയച്ചു കൊടുത്തു. ഇയാള് തന്നെ താമസിച്ച് 2 ഏക്കർ സ്ഥലമുണ്ട്. ഇയാൾക്ക് 65-ലേറെ വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇയാൾ ഒരു ധ്യാനമന്ദിരത്തിൽ ചെന്ന് കിട്ടും ഒന്നുകൂടി കിട്ടിയേക്കാമെന്ന് ഇയാൾക്ക് ചിന്തിച്ചു. അപ്പോൾ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. അവളുടെ ഭർത്താവ് മരിച്ചതാണ്, പിള്ളേരെ കെട്ടിച്ചും വിട്ടതാണ്. അത് വേറൊരു വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഏതായാലും അവള് ഈ ധ്യാനമന്ദിരത്തിൽ വന്നു. അതിന് ക്രിസ്ത്യ വിശ്വാസം കുറേയൊക്കെ ഉണ്ട്. ഏതായാലും അവളുടെ കല്യാണം ഒക്കെ നടത്തി. ഞാൻ മാംസമൊക്കെ മുക്കി കല്യാണം കെട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞപ്പോൾ അവക്കൊരു 52 വയസ്സേ ഒന്ന് കാണുന്നു. അവൾക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു. ഇയാളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഭാര്യ മരിച്ച സാഹചര്യത്തിൽ കല്യാണം കഴിച്ചു. ഇയാളുടെ മകനൊന്നും ഇഷ്ടപ്പെട്ടില്ല. അയക്കുന്ന പണമൊക്കെ നിർത്തി. അടുത്ത കാലത്ത് അയാളെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു കുറവുണ്ട്, ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാളുടെ ശുശ്രൂഷയ്ക്കായിട്ടും കുടുംബത്തിൽ ഒരാൾ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇയാൾ കല്യാണം കഴിച്ചത്. പക്ഷേ ഇയാൾ ഒരു രോഗിണിയായപ്പോൾ അവളെ കൊണ്ട് ചികിത്സിക്കേണ്ട ബാധ്യതയൊന്നും അയാളത് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ നന്മ നിറഞ്ഞ മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് തെറി, പാട്ട്, അടിപിടി ചിലപ്പോൾ നമ്മളൊക്കെ കാണാറുണ്ട്. തള്ളയെ വലിച്ചിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. ചില സ്ത്രീകളുണ്ട്. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം വീട്ടിൽ പ്രായമുള്ള മനുഷ്യർക്ക് പ്രായത്തിൻ്റെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒന്ന്, കേൾവി കുറയും, രുചി കുറയും, പിന്നെ ചിന്താശക്തിയിൽ വ്യതിയാനങ്ങൾ വരാം, നടക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാം, പിന്നെ ഓർമ്മശക്തി ക്ഷയിക്കും. അപ്പോൾ ആഹാരം കഴിച്ചെങ്കിലും തന്നില്ലെന്ന് പറയുന്ന അയൽവക്കക്കാർ കരുതുമ്പോൾ എനിക്ക് പട്ടിണിയായിരിക്കും കിട്ടിയില്ല. അതാ വാർദ്ധക്യത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. അതുകൊണ്ട് പ്രായമായ തള്ളി തെറിവ് പറയാനും ചീത്ത പറയാനും തല്ലാനും ഉദ്ധരിക്കാനും നിന്നേക്കരുത്. ഇപ്പൊ 7-70 ഒരുപോലെയാണെന്ന് നമ്മൾ കേട്ടിട്ടില്ല. ആ രീതിയിൽ വാർദ്ധക്യത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ശാന്തമായിട്ടും സൗമ്യമായിട്ടും സ്നേഹത്തോടെയും പെരുമാറാനായിട്ട് നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് കഴിയണം. നമ്മളെല്ലാവരും മുന്നോട്ടാണ്, അത് പുറകോട്ടല്ല. നമുക്കൊക്കെ ഇതൊക്കെ വരും. അപ്പം അതുകൊണ്ട് ആ മാന്യത നമ്മൾ കാണിക്കേണ്ടതാണ്. ഒരു സാഹിത്യകാരൻ പറഞ്ഞ ഭൂമിയിലെ നന്മകളെ പറ്റി പറയുന്ന വചനങ്ങൾ പറയുക, ദൈവമേ ഈ മനോഹര നിറങ്ങളിലുള്ള പുഷ്പങ്ങൾ ആർക്കു വേണ്ടി, എന്തെല്ലാം തരം ധാന്യങ്ങള്, എന്തെല്ലാം തരം കിഴങ്ങുകൾ, മധുരപഴങ്ങൾ, ഇവയെല്ലാം ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറവ് ഉണ്ടായേനെ. ഇതില്ലെങ്കിൽ ആർക്കെങ്കിലും, ജീവിക്കുന്ന ആർക്കെങ്കിലും ഇന്ന സാധനം ഉണ്ടായിരുന്നെന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ലാത്തതിനെ പറ്റി എങ്ങനെയാണ് ഓർമ്മിക്കുക? അപ്പോൾ നമുക്ക് ലഭിച്ചതിനെ പറ്റി നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന സാഹിത്യകാരൻ പറഞ്ഞത്. അതുകൊണ്ട് നന്ദി വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ഉപകാരികളോട്, അധ്യാപകരോട്, എല്ലാവരോടും നമുക്ക് നന്മ ചെയ്യുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർമ്മിക്കാൻ നമുക്ക് കഴിയണം. പൗലോസ്ലീഹ പറയുന്നതനുസരിച്ച് നമ്മുടെ സത്യവിശ്വാസത്തെ പ്രതി നന്ദി ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിലുള്ള വിശുദ്ധീകരണത്തെ പറ്റി, നമുക്ക് വഴികാട്ടായിട്ട് ദൈവവചനം ലഭിച്ചതിനെ പറ്റി, യേശുവിൽ നമ്മൾ മാംസ സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ച്, സ്നേഹം, പ്രത്യാശ, ദീർഘശാന്തത, ദീർഘക്ഷമ തുടങ്ങിയ പുണ്യങ്ങൾ പഠിപ്പിച്ചതിനെ പറ്റി, മറ്റുള്ളവരെയും നിന്നെപ്പോലെ സ്നേഹിക്കണമെന്ന് സ്നേഹത്തിന്റെ കൽപ്പന നൽകിയതിനെ പറ്റി, സ്വർഗത്തിൽ മാലാഖമാരുടെ ദൈവത്തിന് നിരന്തരം സ്തുതിയും മഹത്വവും കൃത്യതയും അർപ്പിക്കുന്നതിനെ പോലെ നമ്മളും ദൈവത്തിന് സ്തുതിയും കൃത്യതയും
ആരാധനയും ഒക്കെ നിരന്തരം സമർപ്പിക്കാൻ കടപ്പെട്ടവരാണ്. ഇവിടെ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിട്ട് നന്ദി ദൈവമേ, അവൾ പാട്ട് പറയുന്നത് നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും